ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ആദ്യമായി കാണുന്ന സമയത്ത് മറ്റു ആളുകൾക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർക്ക് തോന്നുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഹൈ പ്രിസ്റ്റീസ് കാർഡാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നവർക്ക് തോന്നുന്ന ആ ഒരു ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളെ കാണുന്നവർക്ക് ഒരു നിങ്ങൾ വളരെയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, എളുപ്പം വായിക്കാനാവാത്തതുമായ ഒരു വ്യക്തിയായിട്ട് തോന്നും എന്നുള്ളതാണ്. എല്ലാം തുറന്നു പറയാത്ത, ഉള്ളിലെ ഒരുപാട് ആഴമുള്ള ചിന്തകളുള്ള, ഡീപ്പ് ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുക. അപ്പം ഇവരെ ഒരു മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം വേണം. എങ്കിൽ മാത്രമേ ഇവരെ ഒന്ന് പഠിച്ച് ഇവരുടെ കാര്യങ്ങളും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് പെട്ടെന്ന് ചെന്ന് വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ആൾക്കാരല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആണ് എന്നാണ് നിങ്ങളെ ഫസ്റ്റ് കാണുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നും വളരെ കെയറിങ് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു ഇമേജാണ് നിങ്ങൾക്കുള്ളത്. സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ ഒക്കെ ഒരു സേഫ് എനർജി നിങ്ങൾ നൽകുന്നുണ്ട് മറ്റുള്ളവർക്ക്. അതായത് നിങ്ങളൊരു സേഫ് പ്ലേസ് ആണ്, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അതുപോലെ ഒരു കംഫർട്ട് സോണാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് പോവില്ല എന്ന് ഉറപ്പിച്ച് അവർക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് നല്ല കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കും. അപ്പോൾ അതായിരിക്കും അങ്ങനെ അവർക്ക് തോന്നുന്നത്. പലർക്കും ഇവരോട് മനസ്സ് തുറക്കാം എന്ന ഒരു ഫീല് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ആരോടെങ്കിലും നോ പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവർക്കും അത് നിങ്ങളെ കാണുന്ന ടൈമിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സോപ്പിട്ട് നിർത്തുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ നോ പറയേണ്ട സമയത്ത് അയ്യോ ഇവരുമായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുമോ, അല്ലെങ്കിൽ ഇവരെന്നെ മോശക്കാരിയായിട്ട് കാണുമോ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ന്യായമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങൾ ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ്, ജെനുവിൻ സൈഡ് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടും ഇമോഷണലായിട്ടും ജെനുവിനുമായിട്ടുള്ള ഒരു സൈഡ് നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. വളരെയധികം കൈൻഡ്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. സത്യസന്ധമായിട്ടുള്ള ഹൃദയമുള്ള ഒരാളെന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എളുപ്പം ഒരു ആക്സസ് ചെയ്യാനാവാത്ത, സ്വന്തം ബൗണ്ടറീസ് കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തി എന്ന തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാനും ആളുകളെ നിർത്തേണ്ടടുത്ത് നിർത്താനും നിങ്ങൾ ശ്രമിക്കാനുള്ള വ്യക്തികളായിരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് മറ്റു വ്യക്തികൾക്ക് ചിന്തിക്കാം. സ്വന്തം ബൗണ്ടറീസ് കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തി ആവുമ്പോൾ ആ ഒരു എളുപ്പം നിങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എളുപ്പം നിങ്ങളെ ഒന്ന് സോപ്പിട്ട് വീഴിക്കാനോ അല്ലെങ്കിൽ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അപ്പം ഇവരെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഒരു പരിശ്രമം വേണം. മറ്റുള്ള വ്യക്തികളോടാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നല്ലതായിട്ട് സംസാരിക്കാനൊക്കെ അറിയുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരാളോട് സംസാരിച്ച് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഐഡിയ തന്നെ മാറ്റിയെടുത്ത് നമ്മൾ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ പറ്റാത്ത വരുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ഇവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ ഒരു ഫീല് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ്. നിങ്ങളെ ഇംപ്രസ് ചെയ്ത് മാത്രമേ
ഈ ഒരു അവർ പറയുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തണം എന്ന മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ടീം വർക്കിന് വില കൊടുക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്. അതായത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട്, ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നൊരു വിശ്വാസം മറ്റുള്ള ആളുകൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോഴും സംസാരത്തിലും ഇടപെടലിലും കാര്യങ്ങളിലും എല്ലാം അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു അതായത് ഒരു പൊസസീവ് അല്ലെങ്കിൽ ഒരു ഫുൾ ഹാർമോണിയസ് എനർജി ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പീസ്ഫുൾ ആണ്, നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പീസ്ഫുൾ എനർജി കിട്ടുന്നുണ്ട്, ഒരു ഹാർമോണിയസ് എനർജി അവർക്ക് കിട്ടുന്നുണ്ട്, വളരെ പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായ ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ വയ്യാവേലികൾ വരുമ്പോൾ അതിന് ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് മാറ്റി നിർത്താനും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനും ഒക്കെ ഒരു കഴിവുണ്ട്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് അതിനൊരു കഴിവില്ലെങ്കിൽ കൂടിയും ഒരു ടീം വർക്കായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ പോസിറ്റീവാണ്. കാരണം ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യും എന്നൊരു ഫീല് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇമോഷണലി ഒരു സേഫ് സ്പേസ് നൽകുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഒരു മറുവശത്ത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് മറ്റു വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇംപ്രഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യ കാഴ്ചകളിൽ ചിലർക്ക് നിങ്ങളെ കാണുമ്പോൾ അല്പം ഒരു തണുത്ത സ്വഭാവമുള്ള ഒരു സ്ട്രിക്റ്റ് ഇമോഷൻസ് കാണിക്കാത്ത വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നാം. അപ്പം ഈ വ്യക്തിക്ക് ഒരു ഫീലിങ്സും ഇല്ലേ എന്നൊരു ധാരണയൊക്കെ ചിലർക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ വളരെ മാച്യൂർ ആയിട്ടും ബൗണ്ടറീസ് കീപ്പ് ചെയ്തും ഒക്കെ ആളുകളെ നിർത്തുന്നതുകൊണ്ട് തന്നെ ആ ഇമോഷൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്ന് പലരും ചിന്തിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഇംപ്രഷൻസും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും വ്യക്തിപരമായ നിലപാടും കാരണം ചില കാര്യങ്ങൾ ചില ആളുകൾ നിങ്ങളോട് ഒരു മത്സരിക്കാനോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ചെല്ലുന്നതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് കോമ്പറ്റേറ്റ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന് തുനിയുവാണെന്നോ ഒക്കെ ആ ഒരു വ്യക്തിയിൽ തെറ്റിദ്ധരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരോട് സംസാരിച്ച ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമോ എന്നുള്ളൊരു പേടിയും അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അധികം സംസാരിക്കാതെ നിരീക്ഷിക്കുന്ന സ്വഭാവം ഉള്ളൊരു വ്യക്തി ആയിരിക്കാം. അപ്പൊ ചിലർക്കത് അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാതെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തികളോട് ഒത്തിരി ആളുകൾ അങ്ങനെ അടുക്കാനായിട്ട് വരുക. അപ്പൊ കുറച്ച് ആളുകൾ മാത്രമേ അതൊരു അടുത്തേക്ക് നമ്മുടെ വരത്തുള്ളൂ. കുറച്ച് ബാക്കി കൂടുതൽ ആളുകളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിൽക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ചിലർ നിങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് കരുതും. നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടായിട്ട് കൊണ്ടുനടക്കാനോ അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് പോകാനോ പറ്റാത്ത ഇപ്പോൾ ഒരാളാണെന്ന് വിചാരിച്ചിട്ട് അവർ മാറിപ്പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ ആ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അവരവിടെ നിൽക്കുവാണ്, കുറച്ച് എന്താണെന്ന് നോക്കാം എന്ന് കരുതി 1-2 ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചൊക്കെ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ച് ഇടവഴി നിൽക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഒരാളല്ല നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷനിൽ അങ്ങനെ തോന്നുന്നുണ്ട് കുറെ ആളുകൾക്ക്. അപ്പം നിങ്ങളുടെ മെച്യൂരിറ്റിയും അതുപോലെ സീരിയസ്നെസ്സും ചിലർക്കെങ്കിലും ഒരു ഓവർ സീരിയസ് ആണ്, അല്ലെങ്കിൽ മറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ കൂടുതൽ ഒരു നിലനിൽക്കുന്നത് എന്നൊരു ചിന്താഗതി മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം വളരെ ഒരു മെച്യൂർ ആയിട്ടും വളരെ സീരിയസ് ആയിട്ടും നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടാവാം. ആ ഒരു സമയത്താണ് അവർക്ക് ഇത് തോന്നുന്നത്. അപ്പൊ നിങ്ങളെ കാണുന്ന ആ ഒരു ഇംപ്രഷനിൽ അവർക്ക് അങ്ങനെ തോന്നുകയാണ് ഓവർ സീരിയസ് ആണ്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, ഇമോഷന് യാതൊരു വിലയും കൊടുക്കാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യാത്ത ഒരാളാണോ എന്നൊരു ധാരണ മറ്റു വ്യക്തികൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ മീറ്റിങ്ങിൽ നിങ്ങൾ ഒരു സ്വയം തുറക്കാത്ത, ബൗണ്ടറീസ് കൃത്യമായി വെക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവർക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ടോ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ സൃഷ്ടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കുറേ സമയം നമ്മൾ ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുമായിട്ട് കുറേ സമയം ചെലവഴിച്ചു കഴിയുമ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ മാറുന്നുണ്ട്. ആളുകളെ നിങ്ങളെ ഒരു സത്യസന്ധനും പഠിക്കാൻ നിങ്ങളുമായിട്ട് കൂടുതൽ മുന്നോട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളെ തിരിച്ചറിയുന്നു, യഥാർത്ഥം നിങ്ങൾ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പം ചിലവർക്ക് നെഗറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായേക്കാം, പക്ഷെ അത് നിങ്ങളുടെ സ്വഭാവത്തിലെ ഒരു ദോഷം കൊണ്ടല്ല,
നിങ്ങളുടെ ഒരു സൈലൻസ്, ഒരു സ്ട്രോങ് ബൗണ്ടറീസ്, ഇമോഷൻ ഒളിപ്പിക്കുന്ന ഒരു സ്വഭാവം, ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളെ ശരിയായി മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം വേണം. ആരെങ്കിലും വന്ന് പെട്ടെന്നൊന്നും നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് വന്നു പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കുറച്ചു നേരം നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ പൂർണ്ണമായിട്ടും മാറും. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവർ ഒരു ദീർഘകാലം നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ആളുകളായിരിക്കാം. ദീർഘകാലം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവർ ദീർഘകാലം നിങ്ങളോടൊപ്പം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഇംപ്രഷൻസ് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം വ്യക്തികളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഒരു ആദ്യമായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇമോഷണൽ കൺട്രോൾ ചെയ്യുന്ന വളരെ കൂളായ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ചിലർക്ക് ഇവർക്ക് ഫീലിങ്സ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ട്, നെഗറ്റീവ് ഇംപ്രഷൻ, രണ്ട് രീതിയിലാണ് ഇംപ്രഷൻസ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എളുപ്പം തുറക്കാത്തതാണ് എന്ന് ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരുന്ന ആളുകൾ ചിന്തിക്കുന്നു. വളരെ പൊസസീവ് ആണ്, ഇൻസെക്യൂർ ആണ് എന്നൊക്കെ നെഗറ്റീവ് ഇംപ്രഷനിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ ഒത്തിരി മാനിക്കുന്ന, പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാത്ത സ്വഭാവമുള്ളവരായിരിക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ഇവർക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഈ ഒരു പാർട്ട്ണർക്ക് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഈ ഒരു ലവ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മാരേജ്, എന്ത് റിലേഷൻഷിപ്പ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് എന്തൊക്കെയോ നിങ്ങൾക്ക് ഒളിപ്പിക്കാനുണ്ട് എന്നാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ തെറ്റിദ്ധരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കൈ നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ, അപ്പൊ അത് മാറ്റാനായിട്ട് പറ്റില്ല. എങ്കിലും കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പൊ നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് മാത്രമെങ്കിലും കുറച്ച് നന്നായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു സ്നേഹിക്കുന്ന കാര്യത്തിൽ വളരെ സ്ലോ ആണ്, അതുപോലെ തന്നെ സീരിയസ് ആണ് എന്നാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ചിലർ ചിന്തിക്കുന്നു ഇവർക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഒരു കാര്യത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ്, ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ കിട്ടുന്നില്ല. അപ്പൊ ഇവർ ശരിക്കും ഇത് ഫേക്ക് ആണോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കാനുള്ള, പാർട്ട്ണർ ഓപ്പോസിറ്റ് വരുന്ന പാർട്ട്നേഴ്സ് ചിന്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പഴയ അനുഭവങ്ങളുടെ ഒരു വേദന നിങ്ങളെ വിട്ടിട്ടില്ല എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഉണ്ട്. കാരണം നിങ്ങൾ വളരെ സ്ലോ ആയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് സ്ലോ ആയിട്ടായിരിക്കാം വരുന്നത്. ആ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, വളരെ മച്ചുവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിന് ഇനി ഒരു പഴയ പാസ്റ്റിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ തോന്നലുകൾ ഈ പാർട്ട്നേഴ്സിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സത്യം ഇതാണ്, കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുറേ നാളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആളുകൾ നിങ്ങൾ വളരെ കെയറിങ് ആണ്, അല്ലെങ്കിൽ വളരെ ലോയലാണ്, ഒരു ഡീപ്പ് ലവർ ആയിട്ടൊക്കെ നിങ്ങളെ മനസ്സിലാക്കും, തിരിച്ചറിയും എന്നുള്ളതാണ്. ആദ്യത്തെ ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ പൂർണ്ണമായും മാറി പിന്നെ നിങ്ങളെ അവർ തിരിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷൻസ് ഉണ്ടാകാനാണ് ചാൻസ്. പക്ഷെ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴം മറയ്ക്കുന്ന ഒരു ഷെല്ല്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴം നിങ്ങളുടെ ഈ ക്യാരക്ടർ കൊണ്ട് മറയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ വ്യക്തിയെക്കുറിച്ച് നാൾ നമ്മുടെ കൂടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധിവരെ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെ അടുത്തും പറ്റിയില്ലെങ്കിലും നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആളുകളോടെങ്കിലും കമ്മ്യൂണിക്കേഷൻ അതനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എളുപ്പം ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല, നിങ്ങളുടെ ആ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് തെറ്റായി നിങ്ങളെ നെഗറ്റീവായിട്ട് ഇംപ്രഷൻസ് കിട്ടുമ്പോൾ അവർ അകന്നകന്ന് പോകും. അപ്പോൾ നിങ്ങൾ അവരെ കുറച്ചും കൂടി അകത്തേക്ക്, നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കടത്താനായിട്ട് ശ്രമിക്കുക. ഒരു ശരിയായ വ്യക്തി എപ്പോഴും നിങ്ങളുടെ സൈലൻസിനെ സ്നേഹിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ
ഒരു റിലേഷൻഷിപ്പിന്റെ ഇതെടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിനു മുന്നും ഒരിക്കലും നിങ്ങൾ ജെന്യുവിൻ ആയിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാളുണ്ടായിരുന്നു തുടക്കത്തിൽ പരസ്പര ഇഷ്ടവും അണ്ടർസ്റ്റാൻഡിങ്ങും ഗീവ് ആൻഡ് ടേക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ പുറത്തുനിന്നുള്ള ആളുകളുടെ ഫോഴ്സ് കൊണ്ടോ സിറ്റുവേഷൻ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എന്തോ കാര്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലൊക്കെ ആശ്രയിച്ച് ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ നിരീക്ഷിച്ചു. പക്ഷെ നിങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചില്ല. മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ അവർ വിലയിരുത്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനാൽ അവരൊരു തീരുമാനം എടുത്തു നിങ്ങളെ വിട്ടിട്ട് പോകാം. ഈ ഒരു പുറത്തുനിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് അത് വിശ്വസിച്ച് നിങ്ങളെ റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതുപോലെ അവർ പോയി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കുകയാണ് എന്ന രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ട് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ അറിയാതെ തന്നെ അവർ ഇമോഷണലായി നിങ്ങളിൽ നിന്ന് ഒരു പുറത്തേക്ക് പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ, കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ് ഇതൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളത് എന്നാണ്. യഥാർത്ഥ സത്യം കാണാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ യഥാർത്ഥ സത്യം അവർക്ക് കാണാൻ കഴിയാത്തതിന്റെ കാരണം ഞാൻ ഈ മുന്നേ പറഞ്ഞ ആ നെഗറ്റീവ് ഇംപ്രഷൻസ് അവിടെ വരുന്നത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ആ നെഗറ്റീവ് ഇംപ്രഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറെ ആളുകൾ വരുമ്പോൾ അവർക്ക് ആ പോസിറ്റീവ് ഇംപ്രഷൻസ് കിട്ടും, കാരണം അവരവിടെ നിന്ന് അതിലെ. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇംപ്രഷൻ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും കൂടുതലും നമുക്ക് നെഗറ്റീവ് ഇംപ്രഷൻസ് കിട്ടാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂട്ടാനായിട്ട് ശ്രമിക്കുകയെന്ന്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. ആ ഒരു പേഴ്സൺ പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും അവർ ഓൾറെഡി അവരുടെ ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഒത്തിരി ഡിറ്റാച്ച്ഡ് ആയി മാറിയിരുന്നു. അതിനൊന്നും നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും നിൽക്കാതെ അവർ ഒരു തീരുമാനമെടുത്ത് പുറത്തേക്ക് പോയി അകന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവര് ഇന്നും ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്തും ഓർക്കുന്നുണ്ടാവാം. ഇപ്പോൾ അവര് നിങ്ങൾ ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവാം, അവര് മുന്നോട്ട് പോയിട്ടുണ്ടാകാം, ലൈഫിൽ രണ്ടു കൂട്ടരും മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിച്ചോ എന്നൊരു ചിന്തയും ഇപ്പോൾ അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരാള് നിങ്ങളെ തെറ്റിദ്ധരിച്ച് വിട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ തെറ്റല്ല. അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും തുറക്കാനുള്ള ഒരു പുസ്തകം പോലത്തെ ഒരാളല്ല. നിങ്ങളുടെ മൗനം തെറ്റായവർക്ക് അത് ഒരു അവഗണനയായിട്ട് തോന്നാം, ശരിയായവർക്ക് അതേ മൗനം ഒരു സുരക്ഷിതമായിട്ടും തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ, അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുപോയതിൽ ഒത്തിരി ചിലപ്പോൾ നിങ്ങൾക്കും വിഷമമുണ്ടാകും, അവർക്കും വിഷമമുണ്ടാകും. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ വ്യക്തി പോയത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ദൈവിക സംരക്ഷണം പോലെയാണ് എന്നാണ് കാണുന്നത്. അവര് ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടരുകയായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും 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 തെളിവുകൾ നൽകേണ്ട ഒരവസ്ഥ വരുമായിരുന്നു എന്നുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഈ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിലും എനിക്ക് വരുന്ന എനർജീസ് ഞാനിങ്ങ് പറയുന്നതെന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ആ വ്യക്തിയുടെ വിടവ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് യൂണിവേഴ്സിന്റെ ഒരു തീരുമാനമായിരുന്നു. അത് നിങ്ങളെ യൂണിവേഴ്സ് സംരക്ഷിച്ചതാണ് എന്നാണ് കിട്ടുന്നത്. അവർ തുടരുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരും, വീണ്ടും വീണ്ടും തെളിവുകൾ നൽകേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. അപ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്നും മനസ്സിലാക്കുക. അതൊരു നിങ്ങൾ അതേ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ടാണല്ലോ, ഞാൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഓർത്ത് റിഗ്രറ്റ് അടിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ്, പാസ്റ്റിലെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading, okay? Clues related to this reading, okay? ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിത് കിട്ടുന്നുണ്ട്. റീഡിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ഗാർഡനിങ്, നമ്പർ 5, 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ,
എന്നുള്ളൊരു ക്ലൂ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റിയാണ് നമുക്കത് കിട്ടുന്നത്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി. അതുപോലെ നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾക്ക് ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടി ലവർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ കെ. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ. 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ കിട്ടുന്നുണ്ട്. നമ്പർ 49, 2001. ടാറ്റു ആർട്ട്, ജൂൺ മന്ത്, ഷോർട്ട് ടെമ്പേർഡ്, 1990, 1997, കോട്ടയം ജില്ല. ലെറ്റർ ടി. അക്കൗണ്ടന്റ്, 2000 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 6 days, 1977 എന്ന് പറയുന്ന വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42, നമ്പർ 13, കെയറിംഗ്, റൈഡർ, ടോക്കറ്റീവ്. നമ്പർ 28, നമ്പർ 31, നമ്പർ 39, 1989, നമ്പർ 50, 1980. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.